ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ റെസിപ്പി ആയിട്ട് വന്നിരിക്കുകയാണ്. വൈറ്റ് സോസ് പാസ്ത. അപ്പോൾ അതിനായിട്ട് 2.5 കപ്പ് വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ഓയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഈ പാസ്ത ഉണ്ടാക്കി പുഴുങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കേക്ക് പോലെ ഇരിക്കാതിരിക്കാനാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് 2 കപ്പ് പാസ്ത ഇട്ട് കൊടുക്കാം. 2-2.5 കപ്പ് ഇടാം കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അത് ഓയിലായിട്ട് ഇതാകാൻ വേണ്ടിയിട്ട്. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഇതാ നമ്മുടെ പാസ്ത നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് ഊറ്റി മാറ്റിയെടുക്കാം. നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മൾ ഒരു പാത്രത്തിലോട്ട് മാറ്റി. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കംപ്ലീറ്റ് ഇത് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ കൂടുതൽ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമുക്ക് ആ പാത്രം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വട്ടം കറക്കി കൊടുക്കാം. ആ ബട്ടർ ഒരു സൈഡിൽ കിടന്ന് വരുമ്പോൾ ഇതായി പോകും കേട്ടോ. അപ്പം നമുക്ക് ഇത് സിമ്മി ഇട്ടിട്ട് വേണം ബട്ടർ ഇടാനായിട്ട്. ഇനി നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. മൈദ തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മൈദ കൂടുതലിടാം, അല്ലെങ്കിൽ ഇത്തിരി ഇട്ടാൽ മതി. മൈദ ഗ്രാജുവലി ഇട്ടാൽ മതി. ഇത്തിരി അതായത് ഇത്തിരി മൈദ ഇടുക, മിക്സ് ചെയ്യുക, ഇത്തിരി ഇടുക, മിക്സ് ചെയ്യുക, അങ്ങനെ ചെയ്താൽ മതി. കട്ട പിടിക്കാൻ നോക്കണം കേട്ടോ. ഞാൻ ചെയ്തപ്പോൾ കട്ട പിടിച്ചു. അപ്പോൾ പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. അല്ലാതെ തന്നെ പാലൊഴിക്കണം. പാലൊഴിക്കുമ്പോഴും കട്ട പിടിക്കാതെ നോക്കണം കേട്ടോ മൈദ. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇടിക്കല്ലും വെച്ച് ഇടിച്ചാണ് കേട്ടോ പേസ്റ്റ് ആക്കുന്നത്. അല്ലാതെ ആക്കിയാൽ മിക്സിയിലിട്ട് ഇതാക്കിയാൽ ഭയങ്കര കൂടുതലായിട്ട് അരഞ്ഞു പോവും. അപ്പോൾ അതാ നമുക്ക് ഇത് പാനിലോട്ടിട്ടിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ പാല് തിളച്ച് ഒന്നിതായി. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇത്തിരി ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സോ പെപ്പർ പൗഡർ ഇടാം കേട്ടോ. ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ പെപ്പർ പൗഡർ ഇടാം. ചില്ലി ഫ്ലേക്സ് ഇടുമ്പോൾ കുറച്ചിടുക കേട്ടോ. ഞാൻ ഉണ്ടാക്കിയപ്പോൾ എരിവ് കൂടിപ്പോയി. അപ്പോൾ ചില്ലി ഫ്ലേക്സ് ഇടുമ്പോൾ കുറച്ചിടുക. ഇനി ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മാഗി ക്യൂബ് ഇടുമ്പോൾ ടേസ്റ്റ് കൂടും. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇടാതിരുന്നാൽ മതി. ഇനി നമുക്ക് ഇത്തിരി ഒറിഗാനോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ പിസ്സേൻ്റെ ഒറിഗാനോ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമുക്ക് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. ആ മസാലയ്ക്ക് ഒന്ന് പാലിലോട്ട് ഇതായി വന്ന രീതിയിൽ നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത മസാലയൊക്കെ ഒന്ന് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ഒഴിച്ചുകൊണ്ട് പാസ്ത കൂടുതൽ കട്ടിയാവാതെ ഇരുന്നിട്ടുണ്ട്. പാസ്ത ഇത്തിരി മാറ്റി വെച്ചിട്ട് ഇത്തിരി ഇട്ട് അങ്ങനെയൊന്നും ചെയ്യണ്ട, മൊത്തം കൂടി ഇടാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പാസ്തയിലോട്ട് ആ മസാലയൊക്കെ നല്ലപോലെ ഇതായി പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം.
മിക്സൊക്കെ ചെയ്തൊന്ന് ടേസ്റ്റ് ചെയ്ത് വന്നപ്പോൾ ഒറിഗാനോ ഇത്തിരി കുറഞ്ഞു പോയി. അപ്പോൾ ഒറിഗാനോ ഒരു ഇച്ചിരിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. ഒറിഗാനോ കുറവ് വേണമെന്നുള്ളവർക്ക് ഇച്ചിരി ഇടാം, അല്ലാത്തവർക്ക് അങ്ങനെ തന്നെ ഇട്ടാൽ മതിയാവും. ഇപ്പം ദേ നമ്മുടെ മസാലയിലൊക്കെ നമ്മുടെ പാസ്ത നല്ലപോലെ പിടിച്ച് ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ പാസ്ത ഇവിടെ പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കഴിച്ചു. നിങ്ങളിപ്പോൾ കുറച്ച് പാസ്തയാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസും അതിൻ്റെ അളവിലിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ എരിവ് ഇത്തിരി കൂടിപ്പോയി, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.